നല്ലത് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് എപ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അറിയാം. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ഒരിക്കൽ അർജുനനും ശ്രീകൃഷ്ണനും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ധർമ്മം പാലിക്കുന്നവർക്ക് എപ്പോഴും എന്തിനാണ് ഇത്രയധികം അനീതികൾ സംഭവിക്കുന്നത്? ഇതിനുത്തരം നൽകുവാനായി ശ്രീകൃഷ്ണൻ ബ്രാഹ്മണവേഷം ധരിച്ച് അർജുനനെയും കൂട്ടി ഒരു ഗ്രാമത്തിലേക്ക് പോയി. സന്ധ്യയായി അവർ ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ ഒരാളുടെ അടുത്തേക്ക് ചെന്ന് അവർ അഭയം ചോദിച്ചു. ആ മനുഷ്യൻ ഒരു ദുഷ്ടനും അമിതമായ ധനസമ്പാദനത്തിലൂടെ ഒരു അഹങ്കാരിയും ആയിരുന്നു. ഗോശാല വൃത്തിയാക്കി അവിടെ താമസിച്ചുകൊള്ളൂ. ഗോശാലയുടെ ശോചനാവസ്ഥ കണ്ട ശ്രീകൃഷ്ണൻ അതിന്റെ കേടുപാടുകൾ മുഴുവൻ തീർത്തു നന്നാക്കി. അടുത്ത ദിവസം അവർ ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോയി. ആ മനുഷ്യൻ ദയയും ഔദാര്യവും ഉള്ളവനായിരുന്നു. അദ്ദേഹം അവരെ തന്റെ കുടിലിൽ താമസിപ്പിക്കുകയും നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് ജീവിതമാർഗമായി ഒരു പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ രാത്രിയിൽ ഒരു സർപ്പം വന്ന് ആ പശുവിനെ കടിക്കുകയും ആ സാധുമൃഗം തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ശ്രീകൃഷ്ണനും അർജുനനും കാണുന്നുണ്ടായിരുന്നെങ്കിലും ശ്രീകൃഷ്ണൻ അനങ്ങിയില്ല. അർജുനന് അത്ഭുതമായി. അർജുനൻ ചോദിച്ചു, പ്രഭു, ദുഷ്ടനായ ധനികന്റെ ഗോശാല അങ്ങ് നന്നാക്കി കൊടുത്തു. എന്നാൽ ഈ പാവപ്പെട്ടവൻ ആകെ ഉണ്ടായിരുന്ന ഈ പശുവിന്റെ ജീവൻ എടുക്കുന്നത് അങ്ങ് നോക്കി നിൽക്കുകയും ചെയ്തു. ഇതെന്തുകൊണ്ടാണ്? ആ ഗോശാലയുടെ അടിയിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തകർന്നിരുന്നുവെങ്കിൽ ആ അഹങ്കാരിയായ ധനികൻ ആ നിധി ലഭിക്കുമായിരുന്നു. അവൻ കൂടുതൽ ദുഷ്ടനായി തീർന്നേനെ. എന്നാൽ ഈ പാവപ്പെട്ടവന് ഒരു വിധി ഉണ്ടായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇന്ന് നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകന്റെയോ ഭാര്യയുടെയോ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനു പകരം ആ പശുവിന്റെ ജീവൻ എടുക്കുന്നതാണ് ഉചിതമെന്ന് കരുതി. ഇത് കേട്ട് അർജുനൻ മനസ്സിലായി, ദൈവത്തിന്റെ വഴികൾ നിഗൂഢവും മനുഷ്യന്റെ ധാരണകൾക്ക് അപ്പുറവും ആണെന്നും ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്നും. നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക.